ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ NTPC എക്സാം ഇതാ ഇങ്ങെത്തി അല്ലേ. നാളെ 5-ാം തീയതി ജൂൺ 5-ന് NTPC എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എക്സാമിനേഷൻ ഹാളിലേക്ക് നിങ്ങൾ കടന്ന് ചെല്ലുന്നതിനേക്കാൾ മുന്നേ നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അല്ലേ. കുറച്ച് പേർക്കെങ്കിലും ഈ ആഴ്ചയാണ് എക്സാം. നമ്മുടെ അടുത്ത് അപ്പോൾ കുറേ കുട്ടികൾ ചോദിക്കുന്നുണ്ട്, സാറേ ഹോൾ ടിക്കറ്റ് വന്നിട്ടില്ല, സിറ്റി ഇൻറ്റിമേഷൻ വന്നിട്ടില്ല, ഞങ്ങൾക്ക് ഇനി എപ്പോഴായിരിക്കും എക്സാം എന്നുള്ളത്. എക്സാമിനേഷൻ ഡേറ്റിൻ്റെ 10 ദിവസം മുൻപെയാണ് നിങ്ങൾക്ക് സിറ്റി ഇൻറ്റിമേഷൻ ലിങ്ക് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൗണിലാണ് പരീക്ഷ എന്നുള്ളത് അറിയാം. ഏകദേശം 4 ദിവസം മുന്നെയാണ് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് കിട്ടുന്നത്. അപ്പോൾ ആ ടൗണിൽ എവിടെയാണ് എക്സാമിനേഷൻ സെൻറ്റർ എന്നുള്ളത് കൃത്യമായിട്ട് അറിയാനായിട്ട് 4 ദിവസം മുന്നേ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇനിയും സിറ്റി ഇൻറ്റിമേഷൻ ലിങ്കോ ഹോൾ ടിക്കറ്റോ കിട്ടാത്ത കുട്ടികളുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട. ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ എക്സാമിനേഷൻ സിറ്റി എവിടെയാണെന്നും നിങ്ങളുടെ എക്സാമിനേഷൻ സെൻറ്റർ എവിടെയാണെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇനി നാളെ എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഹോൾ ടിക്കറ്റ് വന്ന് എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന കുട്ടികളെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും പഠിച്ച് റിവിഷനൊക്കെ നടത്തി സെറ്റായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് മാത്രം കാര്യമില്ല. എക്സാമിനേഷൻ ഹാളിലേക്ക് കയറി ചെല്ലുന്നതിനേക്കാൾ മുന്നേ നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നതിനും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ആയിട്ട് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 2 കാര്യങ്ങളാണ്. 2 ഘട്ടങ്ങളായിട്ടാണ് ഞാൻ ഈ വീഡിയോനെ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. 1, പരീക്ഷയ്ക്ക് കയറുന്നതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. 2, പരീക്ഷ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. എക്സാമിനേഷൻ ഹാളിലേക്ക് കയറി ചെല്ലുന്നതിന് മുന്നേ വെറുതെ കൈയും വീശി അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അവർ പിടിച്ചിരുത്തി എക്സാം എഴുതുക മോനെ എന്ന് പറയില്ല. അപ്പോൾ എക്സാമിനേഷൻ ഹാളിലേക്ക് ചെല്ലുന്നതിനേക്കാൾ മുന്നേ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കേണ്ട ഡോക്യുമെന്റ്സ്, നിങ്ങൾ കരുതേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് പരീക്ഷയ്ക്ക് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല രീതിയിൽ പഠിച്ച കുട്ടികൾ, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് റിവിഷനൊക്കെ നടത്തി നാളെ എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന കുട്ടികൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞ് എന്തെങ്കിലും ഒരു ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്ത് നിങ്ങൾക്ക് ആ സമയത്ത് ഒരു ടെൻഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാമിനേഷൻ കുളമാവാൻ അത് മാത്രം മതി. അപ്പോൾ അത്തരത്തിലുള്ള യാതൊരു രീതിയിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്സും ഇല്ലാതെ എക്സാം സ്മൂത്തായിട്ട് എഴുതുന്നതിന് വേണ്ടി നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതാണ് പരീക്ഷയ്ക്ക് കയറുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ആ കാര്യങ്ങളെല്ലാം തന്നെ സ്മൂത്തായിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. 1, നിങ്ങൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെയും മോക്ക് ടെസ്റ്റുകൾ ചിലപ്പോൾ എടുത്തിട്ടുള്ള കുട്ടികളായിരിക്കാം. അപ്പോൾ ആ മോക്ക് ടെസ്റ്റുകളുടെ പാറ്റേണിലായിരിക്കില്ല ചിലപ്പോൾ RRB എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാൻ പോകുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് പരീക്ഷയെ നിങ്ങൾ എന്ത് ചെയ്യണം, 1 മനസ്സിലാക്കണം. 2, എന്തായിരിക്കണം എക്സാമിനേഷൻ ഹാളിൽ നിങ്ങളുടെ സ്ട്രാറ്റജി, എന്തൊക്കെ കാര്യങ്ങളാണ് പരീക്ഷ എഴുതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് കൂടെ നിങ്ങൾ ചെല്ലുക. നന്നായിട്ട് പഠിച്ച് ഒരുങ്ങിയിരിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ചില കാര്യങ്ങൾ കൂടെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ പുട്ടുപോലെ ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിലെ ഏറ്റവും 1-ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് എന്താണ്, പരീക്ഷയ്ക്ക് കയറുന്നതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ഇവിടെ നോക്കാം. ഇത് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ്, നിങ്ങളുടെ കൈവശമുള്ള ഹോൾ ടിക്കറ്റിൽ കൊടുത്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്. കാൻഡിഡേറ്റ് ശ്രദ്ധിക്കേണ്ട ഇൻസ്ട്രക്ഷൻസ്. അവിടെ എന്താ അവർ പറഞ്ഞിരിക്കുന്നത്, നാളെ അതായത് ജൂൺ 5-ന് ആദ്യത്തെ ഷിഫ്റ്റ് എക്സാം കണ്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് 9 മണിക്കാണ്. റിപ്പോർട്ടിംഗ് ടൈം എത്ര മണിക്കാണ്? 7:30 മണിക്ക്. എക്സാം സ്റ്റാർട്ടിംഗ് ടൈം 9 മണി, റിപ്പോർട്ടിംഗ് ടൈം 7:30 മണി, ഗേറ്റ് ക്ലോസ് ചെയ്യുന്നത് 8:30 മണി. മനസ്സിലാവുന്നുണ്ടോ? ഇത് കൃത്യമായിട്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇപ്പം നാളെ രാവിലെ 1-ാമത്തെ ഷിഫ്റ്റിന് പരീക്ഷ എഴുതുന്ന കുട്ടി 7:30 മണിക്ക് മുൻപേ എങ്കിലും ആ എക്സാമിനേഷൻ സെൻറ്ററിൽ എത്തിച്ചേരാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ നാട്ടിൽ കേരള PSC എഴുതുന്ന കുട്ടികളുണ്ടായിരിക്കും, അല്ലെങ്കിൽ പല രീതിയിലുള്ള പരീക്ഷകൾ എഴുതുന്ന കുട്ടികളുണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ വളരെ ലാഘവത്തോടു കൂടി 8:30 മണിക്കല്ലേ ക്ലോസിംഗ് ടൈം എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, 8:30 മണി അടുപ്പിച്ചാവുമ്പോൾ എക്സാമിനേഷൻ സെൻറ്ററിലേക്ക് എത്തും. അവിടെ എത്തുമ്പോൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സിലോ നിങ്ങളുടെ ബയോമെട്രിക് ഓതൻറ്റിക്കേഷനിലോ നിങ്ങളുടെ കൈവശമുള്ള ആധാറിനകത്തോ നിങ്ങളുടെ കൈവശമുള്ള ഫോട്ടോയ്ക്കകത്തോ ഹോൾ ടിക്കറ്റകത്തോ എന്തെങ്കിലും ഒരു മിസ്മാച്ച്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അവിടെയുള്ള ഈ പറയുന്ന സ്റ്റാഫുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പുറത്ത് പോകേണ്ടി വരും ഒരു ഫോട്ടോ കോപ്പി എടുക്കാൻ, അല്ലെങ്കിൽ പുറത്തേക്ക് ഒന്ന് കടക്കേണ്ടി വരും. 8:30 മണിക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, ഗേറ്റ് ക്ലോസ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് അകത്ത് കടക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള കുട്ടികൾ ഇത്തരത്തിലുള്ള നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളുടെ പുറത്ത് പരീക്ഷകൾ എഴുതാതെയോ അല്ലെങ്കിൽ പരീക്ഷാ സമയത്ത് വെറുതെ ടെൻഷൻ അടിക്കാനോ നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാവരുത്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കാൻഡിഡേറ്റ്സ് ഷുഡ് റിപ്പോർട്ട് അറ്റ് ദ എക്സാമിനേഷൻ സെൻറ്റർ വെൽ ഇൻ അഡ്വാൻസ് ഓഫ് ദ റിപ്പോർട്ടിംഗ് ടൈം. റിപ്പോർട്ടിംഗ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് 7:30 മണിക്കാണെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു 7 മണിക്കെങ്കിലും നിങ്ങൾ സെൻറ്ററിൽ എത്തിപ്പെടാനായിട്ട് ശ്രദ്ധിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് സെറ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിനേഷൻ സെൻറ്ററിൻ്റെ ആ ചുറ്റുവട്ടത്ത് 7 മണിക്കെങ്കിലും
എത്തിച്ചേരാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എന്താണ് വേണ്ടത്? നിങ്ങളുടെ കൈവശം ആധാർ ലിങ്ക്ഡ് ഈ പറഞ്ഞ പോലെ ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. എന്തൊക്കെയാണ്? ആധാർ ലിങ്ക്ഡ് ബയോമെട്രിക് ഓതന്റിക്കേഷൻ ഓഫ് കാൻഡിഡേറ്റ്സ് ഉണ്ടായിരിക്കും, ക്യാപ്ചർ ഓഫ് ബയോമെട്രിക് ആൻഡ് ഫോട്ടോ ഉണ്ടായിരിക്കും, കളക്ഷൻ ഓഫ് ഡോക്യുമെന്റ് ഉണ്ടായിരിക്കും. മറ്റ് ഇൻസ്ട്രക്ഷൻസും ലോഗിങ്ങും ഒക്കെ നടക്കുന്നത് ഈ ഒരു റിപ്പോർട്ടിംഗ് ടൈം അല്ലെങ്കിൽ ആ ഒരു റിപ്പോർട്ടിംഗ് ടൈമിന് ശേഷമായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ സമയത്ത് കൃത്യമായിട്ട് എത്തിച്ചേരാനായിട്ട് ശ്രദ്ധിക്കുക. ഡ്യൂറേഷൻ എത്ര മിനിറ്റ് ആയിരിക്കും? 90 മിനിറ്റ് ആയിരിക്കും. PWBD കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ 120 മിനിറ്റ് ആയിരിക്കും. ഇത് ഹോൾ ടിക്കറ്റിനകത്ത് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിച്ചു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇൻ കേസ് നിങ്ങൾ കൈവശം ഫോട്ടോ വേണം. അപ്പോൾ നോട്ടിഫിക്കേഷനകത്ത് പറഞ്ഞിട്ടുണ്ട് കാൻഡിഡേറ്റ്, ഇത് നോട്ടിഫിക്കേഷൻ ആണ്, NTPC ഗ്രാജുവേറ്റ് നോട്ടിഫിക്കേഷൻ ആണ്. Candidates are advised to keep at least 12 copies of the same photograph for further use as and when required during the recruitment process. അപ്പോൾ നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ നിങ്ങൾ കാണുന്ന ഫോട്ടോ, ആ ഫോട്ടോ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോയാണ്, അതിൻ്റെ 12 കോപ്പിയെങ്കിലും നിങ്ങൾ കൈവശം വെക്കണമെന്ന് RRB നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. NTPC ഗ്രാജുവേറ്റ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ആ ഫോട്ടോസ് നിങ്ങളുടെ കൈവശം വേണം. 12 കോപ്പി നാളെ കയ്യിൽ വെക്കണം എന്നല്ല പറയുന്നത്. 12 കോപ്പി ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ ഉടനീളം നിങ്ങളുടെ കൈവശം ചുരുങ്ങിയതുണ്ടായിരിക്കണം. കാരണം എന്താ? CBT 1 ആവശ്യം വരും, CBT 2 ആവശ്യം വരും, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആവശ്യം വരും, മെഡിക്കലിന് ആവശ്യം വരും, അല്ലേ? അപ്പോൾ 12 കോപ്പിയെങ്കിലും ഉണ്ടായിരിക്കണം. എന്തിനാണ് സെയിം കോപ്പിയുടെ കാര്യം പറയുന്നത്? ഇപ്പോൾ എൻ്റെ ഒരു കോലം നോക്കുക, താടിയൊക്കെ വെച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ നാളെ പരീക്ഷ എഴുതാൻ പോകുന്നു. ഞാൻ എൻ്റെ ഹോൾ ടിക്കറ്റിലുള്ള ഫോട്ടോയ്ക്കകത്തും താടിയുണ്ട്. ഞാൻ നാളെ പരീക്ഷ എഴുതാൻ പോകണം. ഓക്കെ, കുളിച്ച് സുന്ദര കുട്ടപ്പനായി താടിയൊക്കെ കളഞ്ഞ് നാളെ എക്സാം എഴുതാൻ പോകല്ലേ, ഒന്ന് വെടിപ്പായിട്ട് പോയേക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ എക്സാമിനേഷൻ ഹാളിൽ കയറ്റില്ല. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഫോട്ടോയിൽ കാണുന്ന ആളും നിങ്ങളും ഒരേ ആളാണെന്ന് എന്ത് ചെയ്യണം? അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അപ്പോൾ അത് വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക. ഇൻ കേസ് ദ കാൻഡിഡേറ്റ്സ് വെയർ ഗ്ലാസസ് ദെൻ ദ ഫോട്ടോഗ്രാഫ് ഷുഡ് നോട്ട് ഹാവ് എനി ഗ്ലെയർ ഓർ റിഫ്ലക്ഷൻ ഓൺ ഗ്ലാസസ് ആൻഡ് ഐസ് ഷുഡ് ബി ക്ലിയർലി വിസിബിൾ. ഇതൊക്കെ നോട്ടിഫിക്കേഷനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഫോട്ടോഗ്രാഫ് കൂടെ നിങ്ങൾ കൈവശം വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഇനി ടെസ്റ്റ് സെന്ററിനകത്ത് ഗേറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം കയറ്റില്ല എന്ന് അവർ പറയുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് 2 ഒറിജിനൽ ഫോട്ടോസ് ആൻഡ് എ വാലിഡ് ഫോട്ടോ ഐഡന്റിഫിക്കേഷൻ കാർഡ്. കൃത്യമായിട്ടൊരു ID കാർഡ് നിങ്ങളുടെ കയ്യിൽ വേണം. ആധാർ എന്തായാലും വേണം, ഒരു ID കാർഡും കൂടെ നിങ്ങൾ കയ്യിൽ വെക്കുക. അറ്റ്ലീസ്റ്റ് 2 ഒറിജിനൽ, 2 ഫോട്ടോ എങ്കിലും ചുരുങ്ങിയത് നിങ്ങളുടെ കയ്യിൽ വെക്കണം. ആൻഡ് ഫോട്ടോ ഐഡന്റിഫിക്കേഷൻ കാർഡിനടുത്ത് അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താണ്? നോട്ട് ഫോട്ടോ കോപ്പീഡ് ഓർ സ്കാൻഡ് ഓർ എക്സ്പയർഡ്. ഡ്യൂപ്ലിക്കേറ്റ് ആവാനോ ഫോട്ടോ കോപ്പി ആവാനോ സ്കാൻ ചെയ്ത കോപ്പി ആവാനോ എക്സ്പയർ ചെയ്തിട്ടുള്ള ലൈസൻസോ തുടങ്ങിയ കാര്യങ്ങളോ കൊണ്ടുവരാൻ പാടില്ല. സച്ച് ആസ് വോട്ടർ കാർഡ്, ആധാർ കാർഡ്, പ്രിന്റ് ഔട്ട് ഓഫ് ആധാർ, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, പാൻ കാർഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? അവർക്ക് അവിടെ കൊണ്ടുവരാവുന്നതാണെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇനി ഫോട്ടോ കോപ്പി ഓഫ് ദ ID പ്രൂഫ് വിൽ നോട്ട് ബി അലൗഡ്. ഫോട്ടോ കോപ്പി കൊണ്ടുവന്നിട്ട് എന്നെ അകത്ത് തരണം എന്ന് പറഞ്ഞാൽ കേട്ടില്ല. അപ്പോൾ ആ കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഇനി ഈ കോൾ ലെറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന അഡ്മിറ്റ് കാർഡ് ആ ടെസ്റ്റ് ഡേറ്റിന് മാത്രമേ വാലിഡ് ആവുള്ളൂ. 5-ാം തീയതി പരീക്ഷയുള്ള കുട്ടി 6-ാം തീയതി രാവിലെ 7:30 എന്നിട്ട് എന്നെ എക്സാമിനേഷൻ ഹാളിലേക്ക് കയറണം എന്ന് പറഞ്ഞാൽ അവർ പറയും കടക്ക് പുറത്ത്, അല്ലേ? അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ബാക്കി ഈ പറഞ്ഞ മൊബൈൽ ഫോണ്, പേജർ, വാച്ച് തുടങ്ങിയ ഒരു സംഭവങ്ങളും അവർ അകത്തേക്ക് കയറ്റില്ല. നിങ്ങൾ അട്ടിമുട്ടി സ്കാൻ ചെയ്തതിന് ശേഷം ആയിരിക്കും അവർ എക്സാമിനേഷൻ ഹാളിലേക്ക് നിങ്ങളെ കയറ്റുന്നുണ്ടായിരിക്കുക. നിങ്ങളുടെ കൈവശമുള്ള വാച്ച്, ബെൽറ്റ്, മെറ്റലുള്ള എല്ലാ സാധനങ്ങളും ഊരി വാങ്ങിക്കും. നിങ്ങളുടെ പേഴ്സ് ഊരി വാങ്ങിക്കും. പൈസ നിങ്ങളുടെ കൈവശം നിങ്ങൾക്ക് കയ്യിൽ വയ്ക്കാൻ പറ്റില്ല. പേൻ അകത്ത് കയറ്റാൻ പറ്റില്ല, നോട്ട്ബുക്ക് അകത്ത് കയറ്റാൻ പറ്റില്ല. ഇതൊന്നും അകത്തേക്ക് അവർ കയറ്റി വിടുന്നതായിരിക്കില്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അവർ എഴുതിയിട്ടുണ്ട്. എന്തെങ്കിലും മിസ്ബിഹേവിയറോ മാൽ പ്രാക്ടീസോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പിടിച്ച് പുറത്താക്കുമെന്ന് പറയുന്നുണ്ട്. ആൻഡ് RRBയിൽ നിന്നും പെർമനൻ്റ് ആയിട്ട് നിങ്ങളെ ഡിബാർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഉടായ്പകളൊക്കെ കാണിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഈ കോൾ ലെറ്ററിൻ്റെ കാര്യം പറയുന്നുണ്ട്. എക്സാമിനേഷൻ്റെ സമയത്തായിരിക്കും during the exam, that is at the mid of the exam, additional biometric photograph capture and attendance including physical RTI, LTI and signature of the candidates will be taken and no extra time will be given for the same as it is an integral part of the examination process. അപ്പോൾ എക്സാം കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ കേരള PSC ഒക്കെ എഴുതുന്ന കുട്ടികൾക്ക് അറിയാം, ആദ്യം തന്നെ വന്നിട്ട് നമ്മുടെ അടുത്ത് നിന്ന് ഈ പറഞ്ഞ പോലെ ഒപ്പൊക്കെ ഇടിച്ച് വാങ്ങിക്കും. പക്ഷേ ഇവിടെ എക്സാം നിങ്ങൾ ചിലപ്പോൾ ഒരു മാത്സിൻ്റെ ഒരു പ്രോബ്ലം കിട്ടിയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്തായിരിക്കും വന്നിട്ട് ആ തള്ളവരലും തന്നെ ബയോമെട്രിക് ഒന്ന് എടുക്കാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൈം നിങ്ങൾക്ക് കിട്ടില്ല. ആൻഡ് ആ പ്രോസസ്സ് അവരെന്ത് ചെയ്യും? കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അത് അവരുടെ റൈറ്റ് ആണ്, അത് അവർ ചെയ്യും. അതിന് വേണ്ടി സെപ്പറേറ്റ് എക്സാം അല്ലെങ്കിൽ സെപ്പറേറ്റ് ടൈം ഒന്നും തരില്ല എന്ന് വ്യക്തമായിട്ട് കോൾ ലെറ്ററിനകത്ത് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആവാനോ
ഈ വരുന്ന ഈ പറയുന്ന സ്റ്റാഫിൻ്റെ അടുത്ത് ചൂടാവാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നിൽക്കാതിരിക്കുക. അത് ഈ പറഞ്ഞ പ്രോസസ്സിൻ്റെ ഭാഗമാണ്. എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് ആ പറഞ്ഞ ബയോമെട്രിക് സ്കാനും കാര്യങ്ങളൊക്കെ കഴിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ PWD കാൻഡിഡേറ്റ്സിനുള്ള ഇൻസ്ട്രക്ഷൻസ് പ്രത്യേകം അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. കാൻഡിഡേറ്റ്സ് അവൈലിംഗ് അസിസ്റ്റൻസ് ഓഫ് സ്ക്രൈബ് വിൽ ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ സ്ക്രൈബ് ഓൺലി ഇൻ ദ ലാംഗ്വേജ് ഓപ്റ്റഡ് ബൈ ദം ഇൻ ദ ഓൺലൈൻ ആപ്ലിക്കേഷൻ. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ സമയത്ത് നിങ്ങൾ ഏത് ലാംഗ്വേജ് ആണോ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് ആ ഭാഷയിൽ മാത്രമേ സ്ക്രൈബിൻ്റെ അടുത്ത് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട്. പിന്നെ PWD കാൻഡിഡേറ്റും സ്ക്രൈബും എന്ത് ചെയ്യണം, വാലിഡ് ഫോട്ടോയും ID കാർഡ് കൊണ്ടുവരാൻ പറയുന്നുണ്ട്. അതിൻ്റെ സൈസസ് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, കാൻഡിഡേറ്റ്സ് ഹു ആർ എലിജിബിൾ ഫോർ സ്ക്രൈബിന് എലിജിബിൾ ആയിട്ടുള്ള ആളുകളാണ്, ബട്ട് നോട്ട് ഓപ്റ്റഡ് ഫോർ സ്ക്രൈബ് അറ്റ് ദ ടൈം ഓഫ് ഫില്ലിംഗ് ആൻ ഓൺലൈൻ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ സ്ക്രൈബ് വേണ്ട അല്ലെങ്കിൽ അത് ഫില്ല് ചെയ്തിട്ടില്ല, പക്ഷേ നിങ്ങൾ സ്ക്രൈബിന് എലിജിബിൾ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ സെൻറ്ററിൽ എത്തിയിട്ട് വേണമെങ്കിൽ ഒരു ഫോം പൂരിപ്പിച്ച് നിങ്ങളുടെ കൈവശം അപ്പോൾ ഒരു സ്ക്രൈബ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കൂടെ ഒരാൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ സമയത്തൊരു ഫോം പൂരിപ്പിച്ചാലും അവരെന്ത് ചെയ്യും, ആ ടെസ്റ്റ് സെൻറ്ററിൽ നിങ്ങളെ എക്സാമിന് കയറ്റാനായിട്ട് വിത്ത് ദ സ്ക്രൈബ്, ഈ സ്ക്രൈബിൻ്റെ കൂടെ ഫോട്ടോ ഉണ്ടായിരിക്കണം, ID കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ വെച്ച് തന്നെ ഫോം ഫില്ല് ചെയ്ത് കയറ്റാമെന്ന് ഹോൾ ടിക്കറ്റിനകത്ത് തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എക്സാമിനേഷന് കയറുന്നതിന് മുന്നേ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം. എക്സാമിനേഷൻ കയറുന്നതിനേക്കാളും മുന്നേ, അതായത് പരീക്ഷയ്ക്ക് കയറുന്നതിനേക്കാളും മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങളുടെ കൈവശം നിങ്ങൾ കൃത്യസമയത്ത് എത്തിച്ചേരാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലേ, ഹോൾ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്, എക്സാമിനേഷൻ സെൻറ്റർ എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാം, ആ ലൊക്കേഷൻ കറക്റ്റായിട്ട് പിൻ പോയിന്റ് ചെയ്യുക. തലേന്നേ പോയി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്യുക. ഇനി രാവിലെ എത്തിപ്പെടാനുള്ള മാർഗ്ഗങ്ങൾ കണ്ടെത്തുക. മഴയൊക്കെയാണ് അല്ലെ, ട്രാഫിക്കൊക്കെ നോക്കിക്കൊണ്ട് വേണം എത്തിപ്പെടാനായിട്ട്. അരമണിക്കൂർ മുന്നേ, റിപ്പോർട്ടിംഗ് ടൈമിന് അരമണിക്കൂർ മുന്നെങ്കിലും എത്തിപ്പെടാനായിട്ട് ശ്രദ്ധിക്കുക. കൈവശം വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കുക. തലേന്നേ അതെടുത്ത് ബാഗിനകത്ത് വെക്കുക. ഫോട്ടോസ്, അഡ്മിറ്റ് കാർഡിനകത്തുള്ള ഫോട്ടോ പറ്റിക്കഴിഞ്ഞാൽ ആ ഫോട്ടോ തന്നെ ഏതെങ്കിലും സ്റ്റുഡിയോ, അതില്ലാത്ത പക്ഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് ആ ഫോട്ടോ തന്നെ 2 or 3 കോപ്പി എടുത്ത് വെക്കുക. 12 കോപ്പി വേണമെന്ന് നോട്ടിഫിക്കേഷനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 12 കോപ്പി എടുത്താലും കുഴപ്പമില്ല എന്നർത്ഥം. അപ്പോൾ ആ ഫോട്ടോസ് എടുത്ത് വെക്കുക, വാലിഡ് ആയിട്ടുള്ള ID പ്രൂഫ് എടുത്ത് വെക്കുക. ഇത്രയും കാര്യങ്ങളായിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, എക്സാമിനേഷൻ ഹാളിലേക്ക് ചെല്ലാനായിട്ട്. ഇത്രയും കാര്യങ്ങളാണ് എക്സാമിനേഷൻ ഹാളിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പകുതി കടമ്പ നിങ്ങൾ കഴിഞ്ഞു. ബാക്കി നിങ്ങൾ എക്സാമിനേഷൻ ഹാളിലേക്ക് കടന്നതിന് ശേഷമുള്ള കാര്യമാണ്. കടന്ന് നിങ്ങളുടെ മുന്നിൽ ഉള്ള കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരുന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്.